ഞാറക്കൽ ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നു. ഇങ്ങനെ ചർച്ച നടക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഞാറക്കൽ പഞ്ചായത്തിൽ നടന്നൊരു ധർണയാണ്. ഇതിലെ സാറിന് എന്താണ് അവരോട് പറയാനുള്ള മറുപടി? ഞാൻ KN ഉണ്ണികൃഷ്ണൻ MLA. ഈ കഴിഞ്ഞ ദിവസം ഞാറക്കൽ പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ ഒരു സമരം പഞ്ചായത്ത് ഭരണത്തിനെതിരായും സർക്കാരിനെതിരായും ഒരു വിഭാഗം ആളുകൾ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുകയുണ്ടായി. ആ പ്രക്ഷോഭം സംബന്ധിച്ചുള്ള അതിന്റെ ആദ്യ പ്രതികരണം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനു രാജുവിന്റെ തന്നെ പ്രതികരണം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ സമരം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രേരിതവും ദുരുദ്ദേശപരവുമായിട്ടുള്ള ഒരു സമരമാണ്. കാരണം ഞാറക്കൽ പഞ്ചായത്തിലെ ധാരാളം വികസന പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും എല്ലാ സഹകരണത്തോടു കൂടി ധാരാളം വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വരുന്നുണ്ട്. MLA എന്ന നിലയിൽ തന്നെ ആ പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനവും ജനക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ധാരാളം കാര്യങ്ങൾ, വൻകിട വികസന പദ്ധതികൾ തന്നെ വന്നിട്ടുള്ള സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമായി ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഞാറക്കൽ പഞ്ചായത്തിൽ വന്നിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രി. ആ താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന്റെ ഭാഗമായി 5 കോടി രൂപയാണ് ഗ്രോസറി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ സഹായത്തോടു കൂടി ഞാൻ MLA ആയി വന്നതിന് ശേഷം പണി പൂർത്തീകരിച്ച് അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ വനിതകളുടെ പ്രത്യേകമായിട്ടുള്ള വാർഡ് ഏതാണ്ട് 2 കോടി രൂപ മുടക്കിയാണ് ഞാറക്കൽ ആശുപത്രിയിൽ പണി കഴിപ്പിച്ച് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്റെ തന്നെ MLA-യുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കോവിഡാനന്തരമുള്ള പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഐസൊലേഷൻ വാർഡ് ഏതാണ്ട് 1,25,00,000 രൂപ ചെലവ് വരുന്ന ആ വാർഡിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ആശുപത്രിയുടെ മറ്റാവശ്യത്തിന് വേണ്ടിയിട്ട് KSF-യുടെ സഹായത്തോടു കൂടി 17 ലക്ഷം രൂപ മുടക്കിയിട്ടുള്ള ഒരു ആംബുലൻസും ആ ആശുപത്രിയിൽ നൽകുന്നു. ഇത് ആരോഗ്യരംഗത്തെ ഇടപെടൽ. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്താണെങ്കിൽ ആരോഗ്യം ആനന്ദം, ക്യാൻസറിനെ നമുക്ക് അകറ്റി നിർത്താമെന്നുള്ള സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ക്യാൻസർ ഡിറ്റക്ഷൻ പരിശോധന അതവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. തുടക്കത്തിൽ തന്നെ ക്യാൻസർ രോഗം കണ്ടെത്താനും ആവശ്യമായ ചികിത്സ നടത്തുന്നതിലേക്ക് പോകുന്നതിന് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് അത് സമീപകാലത്ത് നടക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ, അതുപോലുള്ള സൗജന്യ സഹായങ്ങൾ എല്ലാം നല്ല നിലയിൽ നടത്തുന്നു. ഇത് ആരോഗ്യരംഗത്തെ ഇടപെടലിന്റെ ഒരു ഉദാഹരണം മാത്രം. മറ്റൊന്ന് മണ്ഡലത്തിൽ പൊതുവിലും ഞാറക്കൽ പഞ്ചായത്തിൽ നേരിടുന്ന കുടിവെള്ളക്ഷാമത്തിന്റെ പ്രശ്നം. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ 5 കോടി രൂപ മുടക്കിയിട്ടാണ് ഞാറക്കൽ വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് സ്ഥാപിച്ചത്. നമുക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം പൂർണ്ണമായും ജില്ലയിൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. മാത്രമല്ല ആലുവ ചൊവ്വര പ്ലാന്റിൽ നിന്നും കുടിവെള്ളം ശുദ്ധീകരിച്ചുകൊണ്ടാണ് പൊതുവെ നമ്മുടെ പള്ളിപ്പുറം, കുഴിപ്പുള്ളി, നായരമ്പലം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തി. മറ്റൊന്ന് ആലുവ വടുതല പമ്പ് ഹൗസിൽ വെള്ളം വന്ന് അവിടെ നിന്നും ഞാറക്കൽ ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്തിലേക്കാണ് വെള്ളം എത്തിക്കുന്നത്. അപ്പൊ എവിടെയെങ്കിലും വൈദ്യുതി തകരാറ് മൂലം വെള്ളം പമ്പിങ്ങിന്റെ പ്രവർത്തനം നിശ്ചലമായാൽ പിന്നെ അത് വെള്ളം സാധാരണഗതിയിൽ വരുന്നതിന് വീണ്ടെടുക്കുന്നതിന് സമയങ്ങളെടുക്കും. അപ്പൊ ആ കാര്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാണാൻ കഴിയാത്തത് കൊണ്ടാണ് പലപ്പോഴും കുടിവെള്ളക്ഷാമത്തിന്റെ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പെട്ടെന്നുള്ള ചില സമരങ്ങളൊക്കെ വരുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാത്തത് കൊണ്ടല്ല. കുടിവെള്ളക്ഷാമം ലോകത്തിന്റെ തന്നെ, ഇന്ത്യയുടെ തന്നെ, കേരളത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ശ്രമം നടക്കുന്നുണ്ട്. അതിനു പുറമെ ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി മുനമ്പം കേന്ദ്രീകരിച്ച് കേരളത്തിൽ ആദ്യത്തെ ഡീസാലിനേഷൻ പ്ലാന്റ്, കടൽ വെള്ളം ശുദ്ധീകരിച്ച് ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ പിന്നിൽ നല്ല നിലയിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ സർക്കാരിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ്
അത് കമ്മീഷൻ ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്ന് പഞ്ചായത്തിലെ റോഡ് വികസനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. റോഡ് വികസനത്തിനുള്ള ധാരാളം വർക്കുകൾ അവിടെ ഓൾറെഡി നടന്നിട്ടുണ്ട്. ഞാൻ തന്നെ പല വാർഡുകളിലും അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ സമീപകാലത്താണെങ്കിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. നവകേരള സദസ്സിൽ ഈ പഞ്ചായത്തിൽ തന്നെ, ഞാറക്കൽ പഞ്ചായത്തിൽ തന്നെ പ്രതിപക്ഷ നിരയിലുള്ള ആളുകളൊന്നും സഹകരിച്ചില്ലായിരുന്നുവെങ്കിലും അതൊന്നും നമ്മൾ കണക്കിലെടുക്കാതെ തന്നെ നവകേരള സദസ്സിന്റെ 7 കോടി രൂപയുടെ റോഡ് പ്രപ്പോസലാണ് നൽകി. ആ റോഡ് പ്രപ്പോസലിൽ 3 പ്രധാനപ്പെട്ട റോഡുകൾ അവിടെ നമ്മൾ ഞാറക്കൽ പഞ്ചായത്തിൽ തന്നെ അനുവദിച്ചിട്ടുണ്ട്. ഇത് കൂടാണ്ട് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നുമുള്ള ധാരാളം പ്രവൃത്തികൾ നമ്മൾ ഫണ്ട് ചാർജ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണെങ്കിൽ 1000 കോടി രൂപ റോഡ് വികസനത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ തന്നെ താല്പര്യം എടുത്തിട്ടുള്ള ചില വർക്കുകൾ അവിടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാറക്കൽ തന്നെ പെരുമ്പള്ളി എളകുന്നപ്പുഴ റോഡ്, അത് വാർഡ് 1 അതുപോലെ സെന്റ് ഫ്രാൻസിസ് റോഡ്, ഞാറക്കൽ തന്നെ കൊട്ടാരത്തിൽ ശ്രീധരൻ റോഡ് വാർഡ് 14. ഈ 3 പ്രധാനപ്പെട്ട റോഡുകൾ അത് നിസ്സാര എമൗണ്ട് അല്ല. 38 ലക്ഷവും 18 ലക്ഷവും 17 ലക്ഷത്തിന്റെ ആയിട്ടുള്ള വർക്കുകൾ. അതിന് ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ റോഡ് വികസനത്തിന്റെ ഭാഗമായി തീരദേശ റോഡ് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതിന്റെ സ്ഥലമെടുപ്പും അതിന്റെ കാര്യങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. അതില് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14.5 മീറ്റർ വീതിയിലുള്ള തീരദേശ റോഡ് ഞാറക്കലിന്റെ കടലോര പ്രദേശങ്ങളെ സ്പർശിക്കുന്ന. അപ്പോ റോഡ് പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കാത്തതല്ല പ്രശ്നം. പലപ്പോഴും അവിടെ പെട്ടെന്നെല്ലാം വരുന്ന സമരങ്ങൾ, നമ്മുടെ പ്രവൃത്തികളോട് സഹകരിക്കാത്ത കാര്യങ്ങൾ, അതെല്ലാം ഉദ്യോഗസ്ഥന്മാരുടെയും കരാറുകാരുടെയും മനോവീര്യത്തെ തകർക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പല ആളുകളും കരാറെടുക്കുന്നതിന് സന്നദ്ധമാകുന്നില്ല എന്നുള്ള പ്രശ്നം ഈ അടുത്ത കാലത്ത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കരാറുകാർ ജോലി ചെയ്യുന്നില്ലെങ്കിൽ സർക്കാരിന്റെ തന്നെ അക്രഡിറ്റഡ് ഏജൻസികളുണ്ട്. FIT ഉണ്ട്, നിർമ്മിതി കേന്ദ്രമുണ്ട്, കെല്ലുണ്ട്, അങ്ങനെയെല്ലാമുള്ള സ്ഥാപനങ്ങളെ കൊണ്ട് അത് നടത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ കളക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തും. അപ്പൊ പ്രവർത്തനങ്ങൾ, റോഡ് പ്രവർത്തനങ്ങളും അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കരാറെടുക്കാനായിട്ട് കരാറുകാർ വൈമുഖ്യം കാണിക്കുന്നതിന് അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു മാർഗം അവലംബിച്ചത്. കരാറുകാർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാകാം, എന്നാലും നമുക്ക് ജനങ്ങൾക്ക് സേവനം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു ഐലൻഡ് എന്ന നിലയിൽ ഇതിന്റെ കൺവേയൻസ് ഒരു അധിക ബാധ്യത വരുന്നതാണ്. അതും MLA ഫണ്ടിൽ നിന്നും ആവശ്യമായിട്ടുള്ള എന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സേവിങ്സ് എമൗണ്ട്, ആ സേവിങ്സ് എമൗണ്ടിൽ നിന്നും 10%, 15% നിലവിലുള്ള എസ്റ്റിമേറ്റ് നിരക്കിൽ നിന്നും എത്രമാത്രം കൂടുതലുണ്ടോ അത് ഞാൻ നൽകാമെന്നും ഞാൻ പ്രത്യേക യോഗം വിളിച്ച് അതിനെല്ലാം തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതാണ്. ഈ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ പ്രവർത്തനങ്ങൾ അതിവേഗം നടക്കും എന്ന് കണ്ടുകൊണ്ടാണ്, അത് എന്നിട്ട് സമരക്കാരുടെ ഇടപെടൽ കൊണ്ടാണ് നടന്നതെന്ന് വരുത്താൻ വേണ്ടിയിട്ട് 16 വാർഡുകളിലുള്ളത് ഈ 16ാം വാർഡിൽ മാത്രമാണ് ഇതുപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ. എന്നോട് സഹകരിക്കുന്ന MLA എന്ന നിലയിൽ എന്നോട് സഹകരിക്കുന്ന എല്ലാ വാർഡ് മെമ്പർമാരോടും രാഷ്ട്രീയ ഭേദങ്ങൾ ഇല്ലാതെയാണ് ഞാൻ ഈ കാര്യങ്ങളും പ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ നമ്മുടെ പ്ലാനറ്റ് എർത്ത് എന്ന് പറയുന്ന NGO സംഘടന, ദുബായ് പോർട്സിന്റെ DP വേൾഡിന്റെ ദുബായ് ഓഫീസ് വഴിയുള്ള അവര് മണ്ഡലത്തിൽ നടപ്പാക്കുന്ന മാർക്ക് 4 വൈപ്പിൻ എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. അത് 3 വർഷങ്ങൾ തുടർച്ചയായിട്ട് 3 കോടി രൂപയുടെ പദ്ധതിയാണ്. അത് സ്ത്രീകളുടെ വരുമാന വർധനവിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുണ്ട്. മത്സ്യവിഭവങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അവരെ പരിശീലിപ്പിക്കാനും അത് മാർക്കറ്റ് ചെയ്യാനുള്ള പദ്ധതിയുണ്ട്. കണ്ടൽക്കാടുകൾ നട്ടുവളർത്താനും സംരക്ഷിക്കാനുമുള്ള പദ്ധതി, സ്ത്രീകൾക്ക് തേനീച്ച വളർത്താനും ഒരു വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ, പൊക്കാളി കൃഷിയുടെ പ്രോത്സാഹനം. അങ്ങനെ മണ്ഡലത്തിൽ 4 പഞ്ചായത്തുകളിൽ നടക്കുന്ന ഈ പരിപാടി അതിലൊന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഞാറക്കൽ പഞ്ചായത്താണ്. അതുപോലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ മേഖലയിൽ ഇത്രമാത്രം ശ്രദ്ധിച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല. നമ്മുടെ കേരളത്തിന്റെ പിന്നോക്ക സമുദായ കോർപ്പറേഷൻ വഴി ഏതാണ്ട് 300ഓളം വരുന്ന ആളുകൾക്ക് 3 കോടി രൂപയാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ മേഖലകളിൽ കുടുംബശ്രീ വഴി നമ്മൾ പല പല സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി നമ്മൾ ആലോചിച്ചത്. അതുപോലെ കുട്ടികളുടെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലകളിൽ ഇപ്പൊ ഞാറക്കൽ ഗവൺമെന്റ് സ്കൂളിന് 3 കോടിയോളം രൂപയാണ് ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിന് നമ്മൾ അനുവദിച്ചു.
അതുപോലെ ഞാറക്കൽ ഗവൺമെന്റ് സ്കൂളിൽ ഗണിത ലാബിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറുകളും ആവശ്യമായിട്ടുള്ള ലാപ്ടോപ്പുകളും ഏതാണ്ട് 10 ലക്ഷം രൂപയുടെ സഹായങ്ങൾ അവിടെ നൽകി. ഈ നിലയിലെല്ലാം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും കുടിവെള്ളക്ഷാമത്തിന്റെ മേഖലകളിലെല്ലാം നല്ല നിലയിൽ നമ്മൾ ഇടപെട്ടു. ടൂറിസം മേഖലയിലാണെങ്കിൽ അവിടുത്തെ മനോഹരമായ കടലും കായലും ഉമ്മ വെച്ച് നിൽക്കുന്ന ഒരു അതിമനോഹരമായ ഭൂമിക എന്ന നിലയിൽ അവിടുത്തെ ടൂറിസ്റ്റ് വികസനത്തിന് നമ്മൾ പ്രാധാന്യം നൽകി. അതിന്റെ ഭാഗമായിട്ട് വലിയവട്ടം ഭാഗത്ത് ആ ഭാഗം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മനോഹരമായ കായൽ സൗന്ദര്യം സഞ്ചാരികൾക്ക് വിനോദസഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ കഴിയത്തക്ക തരത്തിൽ 1.25 കോടി രൂപ മുടക്കിക്കൊണ്ടുള്ള ഒരു പഞ്ചായത്തിലൊരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന ഡെസ്റ്റിനേഷൻ ചലഞ്ച് എന്ന് പറയുന്ന പദ്ധതി അവിടെ നടപ്പാക്കാനായിട്ടുള്ള പദ്ധതി രേഖ നമ്മൾ സമർപ്പിച്ചിരിക്കും. മറ്റു ചില റവന്യൂ തടസ്സങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം ആ പദ്ധതി വൈകുന്നു. അപ്പൊ ആളുകളുടെ വരുമാന വർധനവിനും സഞ്ചാരികൾക്ക് വളരെ ആകർഷകമായിട്ടുള്ള ഒന്നായിരിക്കും ആ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതി അവിടെ നടപ്പാക്കുന്നത്. പിന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും ഹരിജനങ്ങളായിട്ടുള്ള സഹോദരങ്ങൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി, അതിനാവശ്യമായിട്ടുള്ള സ്ഥലം പഞ്ചായത്ത് തന്നെ നൽകിയിട്ടുള്ളതാണ്. അവിടെ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 1 കോടി രൂപ മുടക്കി 1 കോടി രൂപ മുടക്കിയിട്ടാണ് വലിയവട്ടം പ്രദേശത്തെ SC/ST ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഇപ്പോൾ ഇന്നലെ അതിന്റെ ആലോചന യോഗം നടത്തുകയുണ്ടായി. അംബേദ്കർ ഗ്രാമ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി വീടുകളുടെ പുനരുദ്ധാരണത്തിനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള റോഡുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വരുമാന വർധനവിന് വേണ്ടിയിട്ടുള്ള സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉൾപ്പെടെ ആലോചിച്ച് 1 കോടി രൂപയുടെ പദ്ധതിയാണ് അവിടെ നടന്നത്. പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തെ മുൻനിർത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി സഹായത്തോടു കൂടി 2 കോടി രൂപ വീതം അത് ഇളങ്ങുന്നപ്പുഴയിലും ഞാറക്കലുമാണ് നമ്മൾ നിർദ്ദേശിച്ചത്. ഈ നിലയിലാണ് നമ്മൾ ആ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ വൈപ്പിൻ മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇതുപോലെ വികസന ആവശ്യത്തിനുള്ള നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഈ ഞാറക്കൽ പഞ്ചായത്ത്. ഇതിന് പുറമെ മറ്റ് എക്സ്ട്രാ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ടുള്ള എന്റെ വൈപ്പിൻ ഫോക്ലോർ ഫെസ്റ്റ് 2 ഘട്ടങ്ങളിൽ നടന്നു. ആ 2 ഘട്ടങ്ങളിലും ഞാറക്കൽ പഞ്ചായത്തിനെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടാണ് കലാ സാംസ്കാരിക രംഗത്ത് നമ്മൾ ഇടപെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കൂളുകളുടെ ലൈബ്രറികൾ, പഞ്ചായത്ത് ലൈബ്രറി, അതിനാവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ, ആയിരക്കണക്കിന് രൂപയുടെ പുസ്തകങ്ങൾ ഈ 2 ഘട്ടങ്ങളിലായി നമ്മൾ നൽകി. അവിടെ ഞാറക്കൽ ഗവൺമെന്റ് സ്കൂളിലും എല്ലാം നമ്മളിപ്പോൾ ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിക്കാൻ പോകും. 12,33,000 രൂപ ചെലവ് വരുന്ന ആ ഡിജിറ്റൽ ലൈബ്രറി 5000-ഓളം വരുന്ന പുസ്തകങ്ങളുടെ ശേഖരമാണ് ആ ഡിജിറ്റൽ ലൈബ്രറിയിൽ അടങ്ങിയിട്ടുള്ളത്. അതും ഒരു വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ മികവ് വർദ്ധിപ്പിക്കാൻ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഇടപെടലാണ്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കേരള സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ പ്രത്യേകിച്ച് ഞാറക്കൽ സ്വദേശികൾക്ക് അത് അനുഭവവേദ്യമാക്കാൻ ഞാൻ നന്നായി ഇടപെടുന്നുണ്ട്. ഇപ്പോൾ വൈപ്പിൻ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാറക്കൽ ജയ്ഹിന്ദ് മൈതാനം ഏതാണ്ട് 1.5 കോടി രൂപ മുടക്കിക്കൊണ്ടാണ് ആ കളിസ്ഥലം ഏറ്റവും ആധുനികമായ രീതിയിൽ നമ്മൾ സൃഷ്ടിക്കുന്നത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമാകാൻ പോവുക. ഇതൊന്നും തൊട്ടടുത്ത പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല. 3 കളിസ്ഥലങ്ങളിൽ ഒന്ന് നമ്മൾ ഇപ്പൊ ഞാറക്കൽ ജയ്ഹിന്ദ് മൈതാനം, ആ ചരിത്രമുറങ്ങുന്ന ജയ്ഹിന്ദ് മൈതാനം പൂർണ്ണമാകുമ്പോൾ കായിക മേഖലകളിൽ നമുക്ക് നല്ല ഇടപെടലാണ്. പ്രത്യേകിച്ച് ലഹരിക്കെല്ലാം എതിരായിട്ടുള്ളൊരു പോരാട്ടം നടക്കുമ്പോൾ ജീവിതമാണ് ലഹരിയെന്നും കായിക അഭ്യാസവും വിനോദങ്ങളുമാണ് ലഹരി എന്ന നിലയിൽ പുതിയ തലമുറയ്ക്ക് പുതിയ പാഠങ്ങൾ നൽകാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ സമരം ഈ അടുത്ത കാലത്ത് പഞ്ചായത്തിൽ നടന്നിട്ടുള്ള സമരം അത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഒരു വികസന പ്രവർത്തനങ്ങളും ഈ നാട്ടിൽ കേരളത്തിലും പൊതുവിൽ പഞ്ചായത്തിലും നടക്കുന്നില്ല എന്നുള്ള ആരോപണം അത് ദുരാരോപണമാണ്, അടിസ്ഥാനമില്ലാത്തതാണ്. അതിന് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ അതിനെ തൃണവൽഗണിക്കും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എന്റെ സേവന പ്രവർത്തനങ്ങൾക്ക്, വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിഭാഗം ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയൂ. എന്തായാലും ജനങ്ങളോടൊപ്പം ഞാനുണ്ട്. ഞാറക്കൽ പഞ്ചായത്തിലെ ജനങ്ങളോടൊപ്പമുണ്ട്. അവരുടെ മുന്നിൽ തന്നെയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ഞാൻ കൂടെ നിൽക്കുന്നത്. എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം. അപവാദ പ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും തള്ളിക്കളയണമെന്ന് ഞാൻ വിനീതമായി എല്ലാ വിഭാഗം ജനങ്ങളോടും പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്.